ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നെ അറിയാത്തവർക്കായിട്ട് എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. ഇതിനു മുമ്പ് ഞാൻ ചെറിയ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾക്ക് ഒരു കല്യാണമുണ്ട്. കല്യാണത്തിന് പോകാൻ റെഡിയായിട്ട് വരാം. കിച്ചസേ, നമുക്ക് കല്യാണത്തിന് പോകണ്ടേ? അപ്പോൾ ഇവനെ കുളിപ്പിച്ചിട്ട് വരാവേ. ഞങ്ങൾ മൂന്നാളും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കല്യാണത്തിന് പോകാൻ വേണ്ടി. ഇവിടുന്ന് അച്ഛനും അമ്മയും വന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാനും ചേർത്തേട്ടനും കിച്ചൂസുമാണ് പോയത്. അമ്മ ഇപ്പോൾ കിച്ചൂസിന് ഷൂ ഒക്കെ ഇട്ട് റെഡിയാക്കുവാണ് പോകാൻ വേണ്ടി. 2 വീലറിലാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മുടെ ഇവിടുന്ന് ഒരു 7-8 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക്. ഞങ്ങളപ്പോൾ അങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തി. ചെന്ന് കയറിയത് ആദ്യം തന്നെ ഞാൻ കാണുന്നത് അവിടെ മറ്റേ ജ്യൂസ് കൊടുക്കുന്നതാണ്. തണ്ണിമത്തൻ്റെ ജ്യൂസും പിന്നെ വേറൊരു ജ്യൂസും കൂടെ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ഒരു ഗ്ലാസ് തണ്ണിമത്തൻ്റെ ജ്യൂസ് എടുത്ത് കുടിച്ചു. ഇപ്പോൾ എന്നോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് എൻ്റെ ചേച്ചിയാണ്. അവളപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഓഡിറ്റോറിയത്തിൽ എത്തിയായിരുന്നേ. അവിടെ ചെന്നപ്പോഴത്തേക്ക് കിച്ചൂസിന് പിന്നെ വിച്ചു ചേട്ടനെ കിട്ടി. ചേട്ടനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കിച്ചൂസിന് വേറെ ആരും വേണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറി. ഞങ്ങൾ ബാക്കിലായിട്ടായിരുന്നു ഇരുന്നത്. അപ്പോൾ കിച്ചൂസ് സൂര്യമ്മയുടെ കൂടെ സെൽഫി എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നല്ല സ്റ്റൈലിലൊക്കെ പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്താകുമോ എന്തോ. കുറേ നേരമൊക്കെ ആയപ്പോഴത്തേക്ക് അവന് ബോറടിച്ചു തുടങ്ങി. അവനപ്പോൾ ചേട്ടൻ്റെ മടിയിൽ നിൽക്കുന്ന അങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബാക്കിലിരുന്നുകൊണ്ട് എനിക്ക് കല്യാണ വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ട് താഴേക്ക് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയും കുഞ്ഞമ്മയും കണ്ട് അവരോടാണ് കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അവരെ ഓഡിറ്റോറിയത്തിനകത്ത് വെച്ച് കണ്ടായിരുന്നെങ്കിലും എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ലായിരുന്നു. അവർ അങ്ങേ സൈഡിൽ, ഞാൻ ഇപ്പുറത്തെ സൈഡിലുമാണ് ഇരുന്നത്. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ട് ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറി. കിച്ചു അപ്പോൾ ശരത്തേട്ടൻ്റെ കൂടെയാണ് കഴിക്കാനായിട്ടിരുന്നത്. ഞാൻ ചെന്ന പാടെ തന്നെ ആദ്യം തന്നെ അതിനകത്തുനിന്ന് ഉപ്പേരിയാണ് എടുത്ത് കഴിക്കുന്നത്. എനിക്ക് പൊതുവേ അങ്ങനെ സദ്യയോട് വലിയ താല്പര്യമൊന്നുമുള്ള ആളല്ല. പക്ഷേ ഇന്നത്തെ സദ്യ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. ഇന്നാണെങ്കിൽ സദ്യയുടെ കൂടെ മറ്റേ മഞ്ഞ കളറിലെ ബോളിയും പാൽപ്പായസവും ഫ്രൂട്ട് സലാഡും ഒക്കെ ഉണ്ടായിരുന്നേ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഞാൻ ഇത്രയും ആസ്വദിച്ച് സദ്യ കഴിക്കുന്നത്. ഞാനപ്പോൾ എല്ലാ കറികളും കൂട്ടി എല്ലാം ഫുള്ള് കാലിയാക്കി നല്ല വൃത്തിയായിട്ട് സദ്യ കഴിച്ചേ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്ക് ശരത്തേട്ടനും കിച്ചൂസും വിച്ചുവും കൂടെ ഞങ്ങളെ കാത്ത് റോഡ് സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു പോകാൻ റെഡിയായിട്ട്. തിരിച്ച് വീട്ടിലോട്ട് വരാൻ വണ്ടിയിലോട്ട് കയറിയ പാടെ തന്നെ മോൻ നല്ല ഉറക്കത്തിലാണേ. എന്നുവെച്ചാൽ സദ്യയൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണവും കാണും ആളിന്. പിന്നെ ചേട്ടനെ കണ്ടപ്പോഴത്തേക്ക് നല്ല കളിയല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. സദ്യ കൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട്. കിച്ചൂസാണെങ്കിൽ വന്ന പാടെ തന്നെ അപ്പുറത്ത് കളിക്കാനായിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.